السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദര സഹോദരികളെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചാവട്ടെ റമളാനിന് ശേഷം തുടർച്ചയായുള്ള ശവ്വാൽ 1 ആരംഭം എന്ന് ഉപദേശിക്കുകയാണ്, ആത്മാർത്ഥമായി വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നിർഭയത്വത്തോടുകൂടി പെരുന്നാൾ ആഘോഷിക്കാനും പെരുന്നാൾ ആഘോഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും നിർഭയത്വം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പൗർണമി രാവിൽ പൂർണ്ണചന്ദ്രനിലേക്ക് നോക്കി ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അമാ ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമർ. സ്വഹാബത്തെ, നിങ്ങൾ കാണുന്നില്ലേ പൂർണ്ണചന്ദ്രനെ? ആ പൂർണ്ണചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ അന്ത്യനാളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ ഒരു മറയുമില്ലാതെ കാണാൻ സാധിക്കുമെന്ന് ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ന് ജരീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. നോമ്പുകാരന്റെ ഒന്നാമത്തെ സന്തോഷം 30 നോമ്പും 29 നോമ്പും പിന്നിട്ടപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു സന്തോഷമുണ്ട്, അത് തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. പക്ഷേ തുടർച്ചയും സ്ഥിരതയും ഉണ്ടാകണം എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിച്ചത്. കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയ. നിങ്ങൾ റമളാനിന്റെ ആളുകളാകരുത്, നിങ്ങൾ റബ്ബിന്റെ പടച്ചവന്റെ ആളുകളായി തീരണം എന്നാണ്. മിൻ അലാമത്തി ഖബൂലിൽ ഹസനതി അൽ ഹസനതു ബഅദഹാ. നാം ചെയ്തു വെച്ച കർമ്മങ്ങൾ സ്വീകരിച്ചു എന്നതിന്റെ അടയാളം ആ കർമ്മങ്ങൾക്ക് ശേഷം പിന്നെയും കർമ്മങ്ങൾക്ക് തുടർച്ചയുണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നു മുതൽ അങ്ങോട്ട് തുടർച്ചയായ കർമ്മങ്ങൾ, അമലു സ്വാലിഹാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹു നമ്മിൽ നിന്നും റമളാൻ സ്വീകരിച്ചു എന്നാണ് അർത്ഥമെന്നാണ് പ്രമാണങ്ങളിൽ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. തുടർച്ചയും സ്ഥിരതയും പ്രധാനമാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ അദ്വമുഹാ വ ഇൻ ഖല്ല, സ്ഥിരമായി ചെയ്യുന്നതാണ്. അത് വളരെ കുറവാണ് എങ്കിലും ശരിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമളാനിൽ നൽകിയ പ്രാധാന്യം നിസ്കാരത്തിന്റെ തുടർച്ചയായ മാസങ്ങളിലും നൽകണമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഖുർആൻ പാരായണവും ഖുർആൻ പഠനവും സ്വാഭാവികമായി
ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്നാണ് തുടർച്ചയുടെ ആവശ്യകതയായി നമ്മളോട് റമദാൻ പറഞ്ഞു വെച്ചത്. നോമ്പുകൾ റമദാനിൽ മാത്രമാക്കി ചുരുക്കാൻ പാടില്ല. ഇനി അതിന്റെ തുടർച്ച അടുത്ത റമദാനിലേക്കല്ല, ശവ്വാലിന്റെ 6 നോമ്പ് മുതൽ തുടങ്ങി സുന്നത്ത് നോമ്പുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ് റമദാനിന്റെ തുടർച്ചയും റമദാനിന്റെ സ്ഥിരതയും കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദാനധർമ്മങ്ങൾ എന്നും കുറെ സംഖ്യ കൊടുക്കണം എന്നില്ല, മറിച്ച് അടുത്ത റമദാൻ വരാൻ കാത്തു നിൽക്കേണ്ടതില്ല. തുടർച്ചയായി ആഴ്ചയിൽ മാസത്തിൽ ചെറുതാടിയെങ്കിലും അത് നൽകാൻ നമുക്ക് കഴിയണം എന്നാണ് റമദാൻ നമ്മളോട് പറഞ്ഞ് യാത്രയായിട്ടുള്ളത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, സ്വതക്കന്റെ വിഷയത്തിൽ ഒരു കൂട്ടിച്ചേർക്കൽ ഞാൻ നടത്തട്ടെ. നോക്കൂ നിങ്ങൾ, ആദ്യം സ്വതക്കയുടെ വിഷയത്തിൽ നമ്മുടെ ഈ ഒരു മഹല്ലിന് നമ്മുടെ വക എല്ലാ മാസവും നമ്മുടെ മാസത്തിൽ ഒരു ദിവസത്തെ ശമ്പളം, ഒരു ദിവസത്തെ സാലറി നമുക്ക് ഈ 3 പള്ളികൾ ഉൾക്കൊള്ളുന്ന ഒരു മഹല്ലിന് നൽകാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ, വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പട്ലയുടെ മഹല്ലിന്റെ ഈദ്ഗാഹിന്റെ സമാപന മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു മാസത്തിലെ ഒരു ദിവസത്തിലെ ഒരു സംഖ്യ നമ്മുടെ വരുമാനത്തിന്റെ തുക പട്ല മഹല്ലിന് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ, അല്ല 3 പള്ളികളും മദ്രസയും മഹല്ലും സ്റ്റേബിൾ ആവുമെന്ന് മാത്രമല്ല, അതിനപ്പുറം നമ്മുടെ മഹല്ലിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമുക്ക് സാധ്യമാണ്. വീടില്ലാത്തവന് വീടുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധ്യമാണ്. രോഗികളെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. യതീമുകൾക്കും വിധവകൾക്കും അശരണർക്കും നമുക്ക് നൽകാൻ കഴിയും, ദാനം നൽകാൻ കഴിയും. അതിലപ്പുറം പലിശരഹിത ലോൺ എന്ന പലിശരഹിത വായ്പ എന്ന സംരംഭം ഒരുപാട് മനുഷ്യന്മാർക്ക് ആശ്വാസമാകുന്നത് നമ്മുടെ മാസത്തിലെ ഒരു ദിവസത്തെ ശമ്പളം കൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മൾ അതിന് തയ്യാറെങ്കിൽ സ്വതക്കത്ത് സ്ഥിരതയും സ്വതക്കത്ത് തുടർച്ചയും നൽകാൻ ഞാനും നിങ്ങളും തയ്യാറാണ് എങ്കിൽ ഈ ഈദ്ഗാഹിന്റെ ഈ ഒരു മൈതാനത്ത് വെച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതെങ്കിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. പട്ല മഹല്ല് മാതൃകയാകാൻ നമുക്ക് കഴിയും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്വതക്കയുടെ തുടർച്ച വേണം. പള്ളിയുമായി ബന്ധം തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കണം. നോക്കൂ നിങ്ങളെ, ഇതാ ഈ ഈദ്ഗാഹിൽ ഇരിക്കുന്ന എല്ലാവരും സലഫികളോട് ശത്രുതയുള്ളവരല്ല, അഹ്ലുസുന്ന വൽ ജമാഅത്തിനോട് ശത്രുതയുള്ളവരല്ല എന്ന് മാത്രമല്ല, ഞാൻ സലഫിയാണ്, ഞാൻ അഹ്ലുസുന്നയുടെ ആളാണ് എന്ന് പറയാൻ ആർജവം കാണിച്ചവരാണ്, അതിനോട് അനുഭാവം പുലർത്തുന്നവരാണ്, അതിലേക്ക് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളായി നമ്മൾ അറിയപ്പെടുന്നുവെങ്കിൽ, സലഫുകളെ പിൻപറ്റുന്ന സലഫികളാണ് നമ്മളെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്ത പള്ളിക്കകത്തുള്ള കൂട്ടു പ്രാർത്ഥന ഇല്ലാത്ത പള്ളിയല്ലേ നമ്മുടെ പള്ളി സ്വീകരണത്തിൽ മാതൃകയും പ്രയോറിറ്റിയും മുൻഗണനയും കടന്നു വരിക എന്ന് നമ്മൾ സ്വയം ഈ ഒരു സന്ദർഭത്തിൽ ചോദിക്കേണ്ടതുണ്ട്. സുബ്ഹിക്ക് ചൊല്ലുന്ന സമ്പ്രദായമില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നിസ്കരിച്ച ആ പള്ളിയുടെ മാതൃക സ്വീകരിച്ച 3 പള്ളികളിലല്ലേ നമ്മൾ ജമാഅത്തിന് എത്തുക എന്ന് സ്വന്തത്തോട് നമ്മളൊന്ന് ചോദിക്കേണ്ടതുണ്ട്. മദീനത്തെ പള്ളിന്റെ മെമ്പറിന്റെ താഴെ ഇരുന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുത്ബ ശ്രമിച്ച് ജീവിതത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച സ്വഹാബത്തിന്റെ മാതൃക പിൻപറ്റിയ ഒരു മലയാളത്തിൽ ഖുത്ബയുള്ള പള്ളിയിൽ, നമുക്ക് തിരിയുന്ന ഭാഷയിൽ ഖുത്ബയുള്ള പള്ളിയിൽ, അതല്ല പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ തിരഞ്ഞെടുക്കുക എന്ന് സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. മദീനത്തെ പള്ളിയിൽ ഭർത്താക്കന്മാരോടൊപ്പം സ്വഹാബത്തിനോടൊപ്പം അന്ത്യപ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടുത്തെ മഹദികളായ ഭാര്യമാരും പങ്കെടുത്തിരുന്നു എന്ന് പറയുമ്പോൾ ആ മഹിത മാതൃക സ്വീകരിച്ച പള്ളിയിലേക്കല്ലേ പ്രിയപ്പെട്ട വനിതകളെ നമ്മുടെ ജമാഅത്തുകളും നമ്മുടെ തറാവീഹുകളും നമ്മുടെ ജുമുഅകളും എത്തിപ്പെടേണ്ടത് എന്നൊരു ചോദ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് റമദാൻ വിട പറയുമ്പോഴും നമുക്ക് തുടർച്ചയും സ്ഥിരതയും ഉണ്ടാവണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇങ്ങനെ കണ്ണടക്കും മുതൽ കണ്ണടക്കുന്നതുവരെ, അവസാനത്തെ കണ്ണുകൾ അടക്കുന്നതുവരെ നമ്മൾ അല്ലാഹുവിനെ തുടർച്ചയായി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം. വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പുള്ള മരണം കടന്നു വരുന്നതുവരെ നിങ്ങൾ അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുക, ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുക. ഒപ്പം പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഒപ്പം ശ്രദ്ധിക്കേണ്ടത് ഒറ്റക്കാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒറ്റക്കായാൽ അവനെ ചെന്നായ പിടിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തനിച്ചാകാതിരിക്കാൻ ശ്രമിക്കണം. കാരണം എന്തെന്നോ, തനിച്ചായവന്റെ കൂടെ പിശാചുണ്ടാവും. തനിച്ചാകുമ്പോൾ യൂസുഫ് നബി പറഞ്ഞ വാചകം പറയാൻ നമുക്ക് കഴിയണം. മിസ്റിന്റെ കൊട്ടാരത്തിലേക്ക്, അസീസിന്റെ കൊട്ടാരത്തിലേക്ക് സുന്ദരിയായ
അതിന്റെ ഉടമയായ ആ പെണ്ണ് അവിടുത്തെ രാജ്ഞി വിളിച്ച് വാതിൽ കുത്തിയടച്ച് വാ യൂസുഫ് എന്ന് അതേ ചില ദുർചിന്തകളോടുകൂടി അവൾ വിളിച്ചപ്പോൾ ഞാൻ എന്റെ റബ്ബിനെ ഭയപ്പെടുന്നു, ഞാൻ എന്റെ റബ്ബിനോട് ശരണം തേടുന്നു എന്ന തനിച്ചാകാത്ത വാതിലിന്റെ കുത്തി തുറന്നുകൊണ്ട് പുറത്തേക്കോടി അതേ ജനങ്ങളുടെ ഇടയിലേക്ക് ഓടിച്ചെല്ലുന്ന തനിച്ചാകാൻ ഇഷ്ടപ്പെടാതിരുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃക നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. മഹദിയായ മറിയം ബീവി തനിച്ചിരിക്കുമ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞയച്ച ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സുന്ദര രൂപത്തിലായിരുന്നു, മനുഷ്യരൂപത്തിലായിരുന്നു, ഒരു യുവാവിന്റെ രൂപത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നതാരാണെന്ന് മനസ്സിലാകാതിരുന്നപ്പോൾ തനിച്ചിരിക്കുന്ന സമയത്ത് തന്നോട് ചേർന്ന ആ പുരുഷനെ നോക്കി അതേ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ മഹദി മറിയം ബീവി പറഞ്ഞ വാചകങ്ങളുണ്ട്. ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, പരമകാരുണ്യകനിൽ നിന്ന്, പരമകാരുണ്യകനിൽ നിന്ന് പരമകാരുണ്യകനിൽ നിന്നും ഞാനിതാ രക്ഷ ചോദിക്കുന്നു എന്നായിരുന്നു മറിയം ബീവി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശരണം തേടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജന്നത്തെത്തുന്നതുവരെ, സ്വർഗ്ഗമെത്തുന്നതുവരെ അമലുസ് സ്വാലിഹാത്തുകൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. തിന്മമുക്തിയായ ജീവിതം നമ്മുടെ അടുത്തുണ്ടാവണം. അവസാനം വസിയത്തല്ലദീന തഖൗ റബ്ബഹും, തന്റെ റബ്ബിനെ സൂക്ഷിച്ച ഇലൽ ജന്നതി സുമറ, ഇലൽ ജന്നതി സുമറ. ലാസ്റ്റ് കാര്യം പറയാം. ഇലൽ ജന്നതി സുമറ, കൂട്ടം കൂട്ടമായി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൂട്ടം കൂട്ടമായി സ്വർഗ്ഗത്തിന്റെ കവാടത്തിലേക്ക് എത്തുന്ന ചില ആളുകളുണ്ട്. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, അതേ തുറക്കപ്പെട്ട കവാടങ്ങളുടെ ചാരത്തേക്കതാ അവർ എത്തുന്നു. വഖാല ലഹും ഖസനതുഹാ, അപ്പോൾ അതാ അവരോട് അതിന്റെ കാവൽക്കാർ പറയുന്നു, സലാമുൻ അലൈക്കും തിബ്തുൻ, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ ശാശ്വതരായി സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജന്നത്തെത്തുന്നതുവരെ, സ്വർഗ്ഗമെത്തുന്നതുവരെ നമ്മൾ ഉണ്ടാവണം അമലുസ് സ്വാലിഹാത്തുകളുമായി. അങ്ങനെ തുറക്കപ്പെട്ട സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾക്ക് മുമ്പിൽ നിന്ന് അൽഹംദുലില്ലാഹ് റബ്ബിൽ, ലോകങ്ങളുടെ സൃഷ്ടാവിൻ വസ്തുതയും എന്ന് പറഞ്ഞ് വലതുകാലം വെച്ച് സ്വർഗ്ഗത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നവരിൽ പ്രിയപ്പെട്ടവരെ, റമളാൻ മുഴുവൻ കിട്ടിയ നമ്മൾ ഓരോരുത്തരും ഉണ്ടാവണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇന്നലെ മുതൽ മാസപ്പിറവി കണ്ടതു മുതൽ നമ്മൾ തുടങ്ങിയതാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇന്നലെ മുതൽ തുടങ്ങി വെച്ച് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈദ്ഗാഹ് പിരിയുന്നതുവരെ നമുക്ക് അനുമതി തന്ന തക്ബീർ ഉണ്ടല്ലോ, ആ ചൊല്ലിയ തക്ബീറിനോട് കൂറ് പുലർത്താൻ, അതിനോട് നീതി പാലിക്കാൻ തീർച്ചയായും നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു വലിയവനാണ് എന്നല്ല പറഞ്ഞത്, അല്ലാഹു വലിയവനാണ് എന്നല്ല പറഞ്ഞത്, അല്ലാഹു കബീറാണ് എന്നല്ല പറഞ്ഞത്, മറിച്ച് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്നാണ്. എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, എല്ലാറ്റിനും കഴിവുള്ള നിരാശ്രയനായ പരമാധികാരിയായ ഒരു റബ്ബിനെ കുറിച്ചാണ് അല്ലാഹു അക്ബർ, അവൻ ഏറ്റവും വലിയവനാണ് എന്ന് നമ്മൾ പറയുന്നത്. കിണറ്റിലെറിഞ്ഞ സഹോദരന്മാരുടെ മുമ്പിലേക്ക് മിസ്റിന്റെ ഭരണാധികാരിയായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ കൊണ്ടു നിർത്തിയ പടച്ചവനാണ് ഏറ്റവും വലിയവൻ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഇരുട്ടറകൾക്കുള്ളിൽ നിന്നും രക്ഷപ്പെടുത്തി വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അല്ലാഹുവിനെ സംബന്ധിച്ചാണ് അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 300 ചില്ലാനം വർഷങ്ങൾ അതേ കൗഫ് ഒരു ഗുഹയിൽ അസ്ഹാബുൽ കൗഫിനെ ഉറക്കിക്കിടത്ത് പിന്നെയും ജീവൻ നൽകിയ റബ്ബിനെ കുറിച്ചാണ് അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് ആനസൈന്യവുമായി കൊണ്ടുവന്നപ്പോൾ ആകാശ ലോകത്തിലെ പക്ഷികളെ പറഞ്ഞയച്ച്, അബാബീൽ പക്ഷികളെ പറഞ്ഞയച്ച് ആ സൈന്യത്തെ തുരത്തിയ പടച്ച റബ്ബിനെ കുറിച്ചാണ് അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
നാട് മുഴുവൻ പ്രളയം ബാധിച്ചപ്പോഴും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കപ്പലുണ്ടാക്കി ആ കപ്പലിന്റെ അകത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും കടക്കാതെ അവരെ സംരക്ഷിച്ച പടച്ച റബ്ബിനെ കുറിച്ചാണ് അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അല്ലാഹു അക്ബറാണ് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. അങ്ങ് ദൂരത്ത് നിന്നതാ ഒരു മനുഷ്യൻ ധൃതി പിടിച്ചുകൊണ്ട് അന്നത്തെ വാഹനത്തിൽ കുതിച്ചു വരുന്നുണ്ട്. പള്ളിന്റെ പുറത്തെത്തി വാഹനത്തെ കെട്ടാൻ പോലും മറന്ന് അദ്ദേഹം പള്ളിക്കകത്തേക്ക് ഓടിക്കയറിയിട്ട് അവിടെ അവിടെ ഇരിക്കുന്ന ഞങ്ങളോട് പ്രവാചകൻ ഉൾക്കൊള്ളുന്ന ആ സദസ്സിനോട് അയാൾ വന്ന് ചോദിച്ചു. അയാൾ ചോദിച്ചത് അയ്യുക്കും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് എന്നായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, അതാ ആ ചുമരിനോട് ചാരി ആ പട്ടയോട് ചാരി ഇരിക്കുന്ന വെളുത്ത മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹമാണ് പ്രവാചകൻ എന്ന് ഞങ്ങൾ പറഞ്ഞു. അയാൾ തൃപ്തിപ്പെട്ടുകൊണ്ട് പ്രവാചകന്റെ മുന്നിലെത്തി അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ചില ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ട്. എന്റെ ചോദ്യം ചിലപ്പോൾ കുറച്ച് കഠിനമാകും, നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പുറത്തു തരേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ചോദിച്ചേക്കുക. അദ്ദേഹം ചോദ്യം തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ റബ്ബിനെ കുറിച്ചും താങ്കളുടെ മുൻഗാമികളുടെ റബ്ബിനെ കുറിച്ചുമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, ചോദിച്ചോളൂ. അതെ, നിങ്ങളെ പറഞ്ഞയച്ചത് ആ റബ്ബാണോ? നബി മറുപടി പറഞ്ഞു, അതെ. രാത്രിയും പകലിലുമായി 5 നേരം നിസ്കരിക്കണമെന്ന് കൽപ്പിച്ചത് അവിടുന്നാണോ? അതെ, ആ അല്ലാഹുവാണ്. അതേ മാസത്തിൽ ഒരു വർഷത്തിൽ ഒരു മാസത്തിൽ നോമ്പനുഷ്ഠിക്കണമെന്ന് ആ പടച്ചവൻ പറഞ്ഞതാണോ? അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, അതെ. അതെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ധനവാന്മാരിൽ നിന്നും സമ്പത്ത് പിടിച്ചെടുത്ത് മിസ്കീന്മാർക്കും ഫക്കീറന്മാർക്കും ദരിദ്രർക്കും അത് കൊടുക്കണമെന്ന് കൽപ്പിച്ചത് ആ അല്ലാഹുവാണോ? അതെ, ആ അല്ലാഹുവാണ് എന്ന് അദ്ദേഹം മറുപടി കൊടുത്തപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു, ആമൻതു ബിമാ ജിഅത ബിഹി, നിങ്ങൾ കൊണ്ടുവന്നതിൽ ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. അതുവരെ വിശ്വസിക്കാത്ത മനുഷ്യൻ ആ ഉത്തരങ്ങൾ കേട്ടതിന് ശേഷം ഞാൻ ഇതാ നിങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു. വഅന റസൂലു മൻ വറാഇ മിൻ ഖൗമി, എന്റെ ഖൗമിന്റെ എന്റെ സമുദായത്തിന്റെ എന്റെ സമൂഹത്തിന്റെ റബ്ബാണ്, പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വഅന ദിമാം ഇബ്നു സഅലബ, പ്രവാചകരെ ഞാൻ ദിമാം ഇബ്നു സഅലബയാണ്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു തിരിച്ചു പോയതിന്റെ പിന്നിൽ എന്റെ റബ്ബാണ് എനിക്കിതൊക്കെ തന്നത്, ഈ പ്രവാചകനെ പറഞ്ഞയച്ചത്, ഞാൻ നിർവഹിക്കേണ്ട കർമ്മങ്ങൾ എന്നോട് കൽപ്പിച്ചത് എന്റെ റബ്ബാണെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു കുറവും വരുത്തില്ല എന്ന വാഗ്ദാനവുമായി പ്രവാചകന്റെ ചാരത്തിൽ നിന്ന് പോയ ഇമാം ഇബ്നു സഅലബയെ പോലെ അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഹദീസിലുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാഹു അക്ബർ മനസ്സിൽ ഉൾക്കൊള്ളിച്ച ഒരു വിശ്വാസി, പ്രിയപ്പെട്ടവരെ, അവിടെ രണ്ടാലൊരു സംശയമില്ല അവന്റെ ജീവിതത്തിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ. മറിച്ചവൻ പറയും, ആദ്യം പടച്ചവനെ മനസ്സിലാക്കിയവൻ അവൻ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം, ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന മനസ്സിനെ പഠിപ്പിക്കലാണ്, മനസ്സിനെ പാകപ്പെടുത്തലാണ്, മനസ്സിന് അതിനനുസരിച്ച് ക്രയവിക്രയങ്ങൾ നടത്താൻ പരിശീലിപ്പിക്കലാണ്, കടം വീട്ടാൻ, രോഗശാന്തി നടത്തി തരാൻ, പ്രയാസങ്ങൾ നീക്കിത്തരാൻ, കുട്ടികളെ തരാൻ, എനിക്ക് റിസ്ക് തരാൻ, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബുണ്ടവൻ എനിക്ക് മതി, ഞാൻ അവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ അവനോട് മാത്രമേ തേടുകയുള്ളൂ, ഞാൻ അവനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ. കാരണം ചോദിക്കും തോറും ഇഷ്ടം വർദ്ധിക്കുന്ന, ചോദ്യം കുറയും തോറും ദേഷ്യം കൂടുന്ന ഒരു റബ്ബെനിക്കുണ്ടെന്ന് അവന് തീർച്ചയായും പ്രഖ്യാപിക്കും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ ഏറ്റവും അടുത്തവനായ ഇടയാളന്മാരെ ആവശ്യമില്ലാത്ത എന്റെ റബ്ബിലേക്ക് എന്നെ അടുപ്പിക്കാൻ എനിക്ക് ഇടയാളന്മാരെ ആവശ്യമില്ല, എനിക്ക് പ്രവാചകന്മാരെ അടുപ്പിക്കാൻ ആവശ്യമില്ല, ഔലിയാക്കളെ ആവശ്യമില്ല, അവരുടെ പാത പിന്തുടർന്ന് ഞാൻ എന്റെ റബ്ബിലേക്ക് ചേർന്ന് നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുന്നവനാണ് ഒരു വിശ്വാസി. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അതൊരു പ്രഖ്യാപനമാണ്, അതൊരു ആദർശമാണ്, അതൊരു ആശയമാണ്, അതൊരു പ്രത്യയ ശാസ്ത്രമാണ്, അതൊരു ജീവിതത്തിന്റെ ജീവൽഗന്ധിയായ ഒരു മെസ്സേജാണ്. അത് പ്രഖ്യാപിക്കുന്നവരാണ് വിശ്വാസി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീലാനി ദിനത്തിൽ മുഹ്യിദ്ദീൻ ശൈഖിനോട് തേടിക്കൊണ്ട് ഇല്ലാത്ത പുണ്യത്വങ്ങളും ഇല്ലാത്ത ദിവ്യത്വവും അല്ലാഹുവിൽ നിന്നുള്ളത് കൽപ്പിക്കാത്തവരാണ് യഥാർത്ഥ വിശ്വാസി എന്നാണ്. അതെ, ബദറിന്റെ നാളുകളിൽ, ബദറിന്റെ ആണ്ടുകളിൽ, റമളാൻ 17ന്റെ രാവുകളിൽ ബദരീങ്ങളോട് തേടാത്ത, ബദരീങ്ങളോട് ചോദിക്കാത്ത, ഉള്ളതും ഇല്ലാത്തതുമായ കഥകൾ കൂട്ടിച്ചേർത്ത് ബദർമാല പാടാത്ത, അതല്ല എങ്കിൽ അല്ലാഹു കൽപ്പിച്ചു കൊടുക്കേണ്ട ദിവ്യത്വങ്ങളെ ബദരീങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനില്ല എന്ന പ്രഖ്യാപനമാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന പ്രഖ്യാപനത്തിന്റെ ആകത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പട്ലയുടെ മണ്ണിൽ, സൗഹാർദ്ദത്തിന്റെ മണ്ണിൽ, സ്നേഹത്തിന്റെ മണ്ണിൽ ആവോളം ഐക്യമുണ്ട്.
ആവോളം സൗഹൃദമുണ്ട്, ആവോളം ചേർന്ന് നിൽക്കലുണ്ട്, എല്ലാ രംഗങ്ങളിലും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോക്കലുണ്ട്. അത് വല്ലാത്തൊരു മാതൃകയാണ്. അതിനെ നമ്മൾ പ്രശംസിക്കേണ്ടതുണ്ട്. അതൊരു പട്ല മോഡലാണ്. എന്നാൽ പലപ്പോഴും പട്ലയിൽ കാണാത്തത് ആദർശ വ്യതിരക്തതയാണ്. ഞാൻ ഇന്ന ആദർശക്കാരനാണ് എന്ന് പറഞ്ഞൊരു ഐക്യം, ഞാൻ ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞൊരു ചേർന്ന് നിൽക്കൽ, എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്ന ലയനമല്ല. ആദർശ വ്യതിരക്തത കാത്തു സൂക്ഷിച്ച് എന്റെ മതം പണയം വെക്കാതെ, എന്റെ ആശയം പണയം വെക്കാതെ, മറ്റുള്ളവന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാതെ ഞാൻ പിടിച്ച പിടിവള്ളിയിൽ എന്റെ ആദർശത്തിന്റെ വിഷയത്തിൽ, വ്യക്തി വിഷയത്തിലല്ല, നാട്ടുകാരുടെ വിഷയത്തിലല്ല, ഭൗതിക വിഷയത്തിലല്ല, മതത്തിന്റെ വിഷയത്തിൽ കണിശത പാലിച്ച് കൂടെ കൂടി നന്മകൾക്ക് മുന്നിൽ നിന്ന് ഐക്യം പാലിക്കാൻ പലപ്പോഴും ഭൂരിഭാഗം ജനങ്ങൾക്കും കഴിയുന്നില്ല എന്നൊരു വാസ്തവം പ്രിയപ്പെട്ടവരെ പട്ലയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ നമ്മൾ തീർച്ചയായും സ്മരിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു അക്ബറാണ് എന്ന് മനസ്സിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ഖുർആനിനെയും സുന്നത്തിനെയും ചേർത്ത് പിടിക്കുകയാണ്. ജൻസി ഉൾപ്പെടുന്ന പെൺകുട്ടികൾ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തോട് അല്പം സംസാരിച്ചു കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ. പ്രിയപ്പെട്ട സ്ത്രീകളെ, പെൺകുട്ടികളെ, നിങ്ങൾ അറിയണം, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ലോകമുണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്ക് ജനിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല, ജീവിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. സ്ത്രീക്ക് ഹൃദയമുണ്ടോ എന്ന ചർച്ച നടന്നിരുന്നു. അന്ന് പുരുഷത്തിന്റെ മേധാവിത്വം നടന്നിരുന്നു. അന്ന് പുരുഷനായിരുന്നു മേധാവിത്വം കൽപ്പിച്ചിരുന്നത്. പക്ഷേ ആ ചങ്ങലക്കെട്ടുകളെ പൊളിച്ചു കളഞ്ഞുകൊണ്ട് ഇസ്ലാം ജനിക്കാൻ, ജീവിക്കാൻ, അനന്തര സ്വത്തെടുക്കാൻ, വിദ്യാസമ്പന്നയാകാൻ, അതേ സമ്പത്ത് സമ്പാദിക്കാൻ, അതേപോലെ തന്നെ അനന്തര സ്വത്തിന്റെ അർഹമായ രൂപത്തിലേക്കുള്ള വളർച്ചയും സ്വാതന്ത്ര്യവും നമുക്ക് ഇസ്ലാം നൽകിയ ചരിത്രം പ്രിയപ്പെട്ട ഉമ്മമാരെ, പെൺകുട്ടികളെ, സഹോദരികളെ, നിങ്ങളൊന്ന് ഇന്നലകളിലെ ചരിത്രം നമ്മൾ വായിക്കേണ്ടതുണ്ട്. മകളിലൂടെയാണ് നിനക്ക് സ്വർഗമെന്ന് പുരുഷനെ പഠിപ്പിച്ചു. ഉമ്മ എന്ന പെണ്ണിലൂടെയാണ് നിനക്ക് സ്വർഗമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഭാര്യയാണ് നിനക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നവൾ എന്ന് പ്രവാചകൻ പഠിപ്പിച്ച പുരുഷ മേധാവിത്വത്തിന്റെ ചങ്ങലക്കെട്ടുകൾ അടിച്ചുടച്ചുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, നിനക്ക് ഇതാ ഇവിടെയുണ്ട് അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും എന്ന് പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, പുതിയ കാലത്ത് ഇസ്ലാം അടിമത്തമാണ്, ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് പെണ്ണ് തിരിച്ചു പോകുന്ന കാഴ്ചകൾ കാണുമ്പോൾ അവർ എത്തി നിൽക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ വീണ്ടും പെണ്ണിനെ വസ്തുവൽക്കരിക്കുന്ന കച്ചവടച്ചരക്കായി കാണുന്ന ഇസങ്ങളുടെ അടിമകളായി മാറാൻ. പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ചിന്തിക്കുന്ന, വായിക്കുന്ന, ലോകവിവരമുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ, നിങ്ങൾ ഇസങ്ങളുടെ, ഫെമിനിസത്തിന്റെയും ലിബറലിസത്തിന്റെയും തോന്നിവാസങ്ങളുടെയും അടിമകളായി തീരാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. എഫ്സിൻ ഫയൽ പുറത്തുവിട്ട ചില ദുരന്തങ്ങൾ എന്താണെന്നോ, അതേ ലിബറലിസവും ഫെമിനിസവും ലോകത്തിന് സമ്മാനിക്കുന്ന ദുരന്തങ്ങളാണ് അത് പുറത്തുവിട്ടത്. നോക്കൂ നിങ്ങളെ, ശരീര വളർച്ച എത്തിയിട്ടില്ലാത്ത കുട്ടികളെ പോലും തങ്ങളുടെ ഇംഗിതത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണെന്ന അടിസ്ഥാന തത്വത്തിലേക്ക് മാത്രമാണ് അവർ നോക്കിയിട്ടുള്ളത്. അവിടെ അവർ ചൂഷണം ചെയ്യപ്പെടുന്നു. ഫെമിനിസത്തിന്റെ വാദം നടത്തിക്കൊണ്ടിരിക്കുന്ന, ലിബറലിസത്തിന്റെ തലവത്തപ്പന്മാർ ജീവിച്ചിരിക്കുന്ന നാടുകളിൽ നിന്ന് പെൺകുട്ടികളുടെ അരക്ഷിതാവസ്ഥയും അവരുടെ കരച്ചിലുകളും അവരുടെ പ്രതിസന്ധികളും കാണുമ്പോൾ ഇസ്ലാം പറയുന്നു, പെണ്ണിന്റെ സുരക്ഷിതത്വമുണ്ട്, പെണ്ണിന്റെ സംരക്ഷണമുണ്ട്. അതിന് ഇസ്ലാം മുന്നോട്ട് വെച്ച 2 മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ പെണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആദ്യം ഖുർആൻ സംസാരിച്ചത് ആണിനോടായിരുന്നു. പെണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആദ്യം സംസാരിച്ചത് ഖുർആൻ ആണിനോടായിരുന്നു. അതെന്താണെന്നല്ലേ, കുല്ലിൽ മുഅ്മിനീൻ, പ്രവാചകരെ, സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയണം, യഗ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ അങ്ങ് താഴ്ത്തി കളയട്ടെ. അവരുടെ കാമനോട്ടങ്ങൾ പാടില്ല, വേണ്ടാത്ത നോട്ടങ്ങൾ അതേ സ്ത്രീകളടുത്തേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് ആദ്യം ഖുർആൻ പുരുഷന്മാരോട് കൽപ്പിച്ചു, പുരുഷന്മാരെ, നിങ്ങൾ നിങ്ങളുടെ തലയെ താഴ്ത്തണം, നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തണം, വയഹ്ഫദൂ ഫുറൂജകും, നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം. ഒന്നാമത്തെ കൽപ്പന, പെണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇസ്ലാം നൽകിയ ഒന്നാമത്തെ കൽപ്പന പ്രിയപ്പെട്ടവരെ പുരുഷനോടായിരുന്നു. അടുത്ത ആയത്തിലാണ് പെണ്ണിനോട് കൽപ്പന. അതെന്താണെന്നോ, പെണ്ണിനോട് പിന്നെ അടുത്ത ആയത്തിലാണ് ലജ്ജയുള്ളവളായി തീരണം എന്നാണ്. അതേ പ്രിയപ്പെട്ട സ്ത്രീകളെ, പ്രിയപ്പെട്ട പുരുഷന്മാരെ, ഫെമിനിറ്റിയുടെ അസ്തിത്വം അതല്ല എങ്കിൽ സ്ത്രീത്വത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. ലജ്ജയുണ്ടാവുക എന്നുള്ളത് ഒരു പെണ്ണിന്റെ ആണിനേക്കാളുമുള്ള ഒരു പ്രകൃതിയാണ്. ആ പ്രകൃതിയെ തച്ചുടക്കരുതേ, നീ ലജ്ജയുള്ളവളാവണം. ആ ലജ്ജയുടെ ഭാഗമായി നീ നിന്റെ ശരീരത്തെ പ്രകടിപ്പിക്കാൻ പാടില്ല. വല്യദ്രിബ്ന
ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിന്ന, നിന്റെ മുഖമക്കലകൾ നിന്റെ ശരീരത്തിലൂടെ താഴ്ന്നു വരേണ്ടതുണ്ട് എന്ന് വസ്ത്രത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരികയുണ്ടായി. കോസ്മെറ്റിക്സ് ഉപയോഗം നടത്തിക്കൊണ്ട് നീ മറ്റുള്ളവരുടെ മുമ്പിൽ ആകർഷിക്കപ്പെടുന്നവളായി മാറാൻ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞു. റീൽസിലൂടെയും ഷോർട്സിലൂടെയും സ്റ്റാറ്റസിലൂടെയും പുരുഷന്മാർക്ക് പരിധികളുള്ളത് പോലെ തന്നെ സ്ത്രീകൾക്കും പരിമിതികളുണ്ട് എന്ന് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു തരികയുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ട പെൺകുട്ടികളെ, പ്രിയപ്പെട്ട മാതാക്കളെ, പ്രിയപ്പെട്ട പിതാക്കളെ, പെണ്ണിനോട് ഖുർആൻ പറഞ്ഞത് അവളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. പൂർണ്ണമായി വസ്ത്രം ധരിക്കൽ നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ നഗ്നതയില്ലാത്തതായിരിക്കണം ധരിച്ച വസ്ത്രം എന്നുകൂടി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. അതുകൊണ്ട് നമ്മൾ അറിയുക, എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നഗ്നതയുള്ള സ്ത്രീയിലേക്ക് സ്ഥിരമായി ഒരു പുരുഷൻ നോക്കിക്കൊണ്ടിരുന്നാൽ പിന്നെ പെണ്ണിനെ അവൾ ഒരു മനുഷ്യരൂപത്തിൽ കാണാൻ കഴിയില്ല, ഒരു വ്യക്തിയായി കാണാൻ കഴിയില്ല. പുതിയ പഠനങ്ങളാ പ്രിയപ്പെട്ടവരെ. മനുഷ്യന്റെ പുരുഷന്റെ തലച്ചോറിൽ ഒരു പെണ്ണിന്റെ നഗ്നത ഭാവം കാണുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ മനസ്സിലും അയാളുടെ മനസ്തിഷ്കത്തിലും മൈക്കിലേക്ക് നോക്കുന്നത് പോലെ, സ്പീക്കറിലേക്ക് നോക്കുന്നത് പോലെ, ഫാനിലേക്ക് നോക്കുന്നത് പോലെ, വാഹനത്തിലേക്ക് നോക്കുന്നത് പോലെ, നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണത്തിലേക്ക്, ഒരു ടൂളിലേക്ക് നോക്കുന്നത് പോലെയാണ്. എന്താ പ്രശ്നമെന്നല്ലേ? പെണ്ണുങ്ങൾ അവമതിക്കപ്പെടും, സ്ത്രീകൾക്ക് ബഹുമാനം കിട്ടില്ല, സ്ത്രീകളെ വ്യക്തിയായി കാണാൻ സാധിക്കും. ഗോവിന്ദചാമി സൃഷ്ടിക്കപ്പെട്ടു എന്നതിന്റെ പിന്നക്കളം നമ്മള് പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണിനെ വ്യക്തിത്വത്തോടു കൂടി കാണണമെങ്കിൽ അവളുടെ പൂർണ്ണമായി ധരിച്ച ശരീരമാണ്. നഗ്നമായ ശരീരം കണ്ടാൽ അവൾ അവമതിക്കപ്പെടും എന്നാണ് തീർച്ചയായും പുതിയ പഠനങ്ങൾ ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞ, ഹദീസ് പറഞ്ഞ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കേണ്ടത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറഞ്ഞതിന്റെ ചുരുക്കം. മാത്രമല്ല, അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ഒരു മനുഷ്യന് കഴിയും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് സാമ്പത്തിക മാന്ദ്യം നേരിടുന്ന, വിഭവക്കുറവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിലെ യുദ്ധങ്ങൾ നമ്മുടെ അടുക്കളകളിൽ പോലും ചലനമുണ്ടാക്കുന്ന കാലത്ത്, അതേ പ്രിയപ്പെട്ടവരെ, ഉള്ളതിനനുസരിച്ച് വരവിനനുസരിച്ച് കുടുംബത്തെ ക്രമീകരിക്കാൻ ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലാഹു അക്ബർ എന്ന ധ്വനിക്കെതിരെയാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്നാൽ തൃപ്തിപ്പെടൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിനെ പൊളിച്ചു കളയുന്ന ഒന്ന് രണ്ട് ഭവിഷ്യത്തുകളുണ്ട്, അപകടങ്ങളുണ്ട്. അതിൽ ഒന്നാണ് എന്താണെന്ന് വെച്ചാൽ ആഘോഷത്വരയാണ്. പ്രിയപ്പെട്ടവരെ, എന്തും ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, എന്തും ആഘോഷിക്കുന്ന ഒരു സമുദായവും ഒരു സമൂഹവും എത്തിപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയാണ് പ്രിയപ്പെട്ടവരെ, അവർക്ക് ഖനാഅത്ത് ഉണ്ടാവില്ല, മനസ്സംതൃപ്തി ഉണ്ടാവില്ല, എത്ര കിട്ടിയാലും മതിയാവില്ല. നോക്കൂ നിങ്ങള്, ഇഫ്താർ ആഘോഷമാണ്, ഇഫ്താർ ആഘോഷമാണ്. ആഘോഷമാണോ പ്രിയപ്പെട്ടവരെ? അത് ഇബാദത്തല്ലേ? ഇഫ്താറിനെ പോലും ആഘോഷമാക്കുന്ന രൂപത്തിലേക്ക് പുതിയ തലമുറയും പഴയ തലമുറയും എത്തിച്ചേർന്നിരിക്കുന്നു. ആണും പെണ്ണും കൂടിച്ചേർന്ന് സൗഹാർദ്ദത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ആത്മീയമായ ക്ലാസുകൾക്ക് പകരം ഒരു സെലിബ്രേഷൻ കൾച്ചറിന്റെ ഭാഗമായി അവിടെ കളികൾ കയറ്റിവെച്ച് അവിടെ തോന്നിയ നടത്തി തറാവീഹും ജമാഅത്തുകളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ ഒന്നിന് മാത്രം പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും പുതിയ തലത്തിലേക്ക് ഇഫ്താർ ട്രെൻഡുകൾ കൊണ്ടു നടക്കുമ്പോൾ വരും തലമുറ ഇഫ്താർ എന്താണെന്ന് വിസ്മരിച്ചു പോകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ആഘോഷത്വര പുതിയ സമൂഹത്തെ മാത്രമല്ല, തൊട്ടിലെ കെട്ടൽ മുതൽ സുന്നത്ത് മംഗലം മുതൽ, പ്രിയപ്പെട്ടവരെ, എന്തിന് ഒരു പെൺകുട്ടിക്ക് ആർത്തവം തുടങ്ങിയാൽ പോലും ആഘോഷിക്കുന്ന പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. രാഷ്ട്രീയ വിജയങ്ങൾ നമ്മുടെ പട്ടളിയുടെ മണ്ണിൽ നടന്നു. എന്താ പ്രിയപ്പെട്ടവരെ? ആഘോഷം. രാഷ്ട്രീയക്കാര് പോലും നേതൃത്വം നൽകേണ്ട, മതത്തിന് നേതൃത്വം നൽകേണ്ടവർ അതേ തോന്നിവാസങ്ങളിലൂടെ വിജയമാഘോഷം നടത്തി പുതിയ തലമുറയെ വഴിതിരിപ്പിക്കാൻ നമ്മൾ നിന്നുകൂടാ. ആഘോഷത്വര കുടുംബത്തെ മാത്രമല്ല, നാടിനെ തന്നെ നശിപ്പിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, വിവാഹാഭാസങ്ങൾ ആഘോഷത്വരയുടെ ഭാഗമാണ്. വിവാഹം തുടങ്ങുന്നതിന്റെ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും മുമ്പ് തുടങ്ങി വിവാഹം അവസാനിച്ചിട്ടും കൊല്ലങ്ങൾ നീണ്ടുനിന്ന് ഇനി കുട്ടി ഉണ്ടായാലും പിന്നെയും ആഘോഷത്വരയുടെ ഒരു ചാർട്ട് തന്നെ നിലനിൽക്കുന്നുവെങ്കിൽ അറിയണം പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയുക, തലക്ക് മുകളിലാണ് SIR നിൽക്കുന്നത്. ഇന്ത്യന്റെ പുതിയ ആനുകാലികങ്ങൾ വായിക്കുമ്പോൾ ഇന്നിന്റെ സുദിനത്തിൽ പലായനം ചെയ്യുന്ന മനുഷ്യന്മാർ, സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട് എന്നറിയുമ്പോൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായം പ്രയാസങ്ങൾ അടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയുക, നമ്മളിവിടെ ആഘോഷത്തുറയിലാണ്. ഇല്ലാത്തത് ഉണ്ടാക്കി നാലാളെ മുമ്പിൽ കാണിച്ച് ഒരു സെലിബ്രേഷൻ കൾച്ചർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്
വരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അറിയുക, തീർച്ചയായും നമുക്ക് ഖനാഅത്ത് എന്ന സ്വഭാവം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള സ്വഭാവം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ സ്കൂളുകളിൽ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ നിർബന്ധമാണ് പ്രിയപ്പെട്ടവരെ. ഒരു നാടിന്റെ ആവശ്യമാണ്, നാടിന്റെ ഐക്യത്തിന് ആവശ്യമാണ്. സ്കൂളിന്റെ ഉന്നമനത്തിന് അത് ഗുണമേകും. പുതിയ തലമുറയ്ക്ക് ജോലി സാധ്യതകൾക്കും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ നല്ല റൂട്ടിനും അത് സാധ്യമാവും. അതുകൊണ്ട് നാടുകളിൽ OSA ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പുതിയ കാലത്ത് OSA ഉണ്ടാക്കുമ്പോൾ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ ഉണ്ടാക്കുമ്പോൾ, സമീപകാലത്ത് സമീപ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് തീർച്ചയായും പ്രിയപ്പെട്ടവരെ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ചീഞ്ഞു നാറുന്ന ഗന്ധങ്ങൾ നമ്മുടെ OSAയിൽ നിന്ന് കേട്ടുകൂടാ. നേതൃത്വം പക്വതയുള്ളതാണ്, നേതൃത്വം ഉത്തരവാദിത്വം അവർ ശ്രദ്ധിക്കും. പക്ഷേ സാധാരണക്കാരായ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. മാത്രമല്ല യതീമുകളായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ഉമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കൾ അനാഥമാകുന്ന ഉമ്മമാരെ ശ്രദ്ധിച്ചെടുത്തുകൂടാ. പാപ്പ ജീവിച്ചിരിക്കെ തന്നെ മക്കളോട് ബാധ്യത തീർക്കാത്ത രൂപത്തിലേക്ക് പഴയ ബന്ധങ്ങളെ, പഴയ അവിഹിത ബന്ധങ്ങളെ പൊടി തട്ടിയെടുക്കുന്ന അവസ്ഥാവിശേഷം ഇല്ലാതെ കുടുംബഭദ്രതകൾ കാത്തു സൂക്ഷിച്ചായിരിക്കണം ഇത്തരത്തിലുള്ള മുന്നോട്ട് പോക്ക് ചിന്തിച്ചിട്ടുണ്ട് അവർ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈദ്ഗാഹ് പിരിയുകയാണ്. ഈദ്ഗാഹ് പിരിഞ്ഞാൽ നമുക്കൊരു റോൾ മോഡലുണ്ട്, നമുക്കൊരു മോഡലുണ്ട്. നമുക്ക് കാസർഗോഡിനും മുസ്ലിം സമുദായത്തിനും ഒരു മോഡലുണ്ട്. ഓരോ വീട്ടിലും കയറി ഇറങ്ങി ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്ന മനുഷ്യ മനസ്സിന് സന്തോഷം നൽകുന്ന വല്ലാത്ത ചില മാതൃകകളാണത്. ഞാൻ ആലോചിക്കുന്നു, പലപ്പോഴും കുട്ടിക്കാലത്ത് നമുക്കില്ലാത്ത, ഭൂരിഭാഗം മുസ്ലിങ്ങളല്ലാത്തവർ ജീവിക്കുന്ന ഒരു കാലത്ത് അവിടെയൊന്നും കിട്ടാത്ത അനുഭവങ്ങൾ. അതുകൊണ്ട് തന്നെ ഇക്കൊല്ലം കുടുംബം ഇവിടെയാവട്ടെ, കുട്ടികൾ അതൊന്ന് കണ്ടു വളരട്ടെ എന്നതുകൊണ്ട് തന്നെ ഇക്കൊല്ലം കുടുംബത്തോടു കൂടി ഇവിടെ നിന്ന് ഇത്തരം നല്ല സ്വഭാവങ്ങൾ കുട്ടികളിലേക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ചടുലമായി മുന്നോട്ട് നീക്കണം. എത്ര കണ്ട് കുടുംബത്തിന്റെ അകത്തേക്ക് കയറാൻ പറ്റോ അത്ര കണ്ട് കുടുംബത്തിന്റെ അകങ്ങളിലേക്ക് കയറി അകന്ന് നിൽക്കുന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിയണം. പക്ഷേ അവിടെ ചില തിരുത്തേണ്ടതുകളുണ്ട്. ആ തിരുത്തലുകളെ നമ്മൾ തിരുത്തിയേ പറ്റൂ. അതെന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മകന്റെ പെണ്ണിന് കൊടുക്കാത്തൊരു പരിഗണന അയൽവാസിയുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിന് കൊടുക്കുന്നത് കാണുമ്പോൾ എന്റെ ഉമ്മ എന്നേക്കാൾ പരിഗണന അവിടെ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊരു ഇരട്ടത്താപ്പാണ് പ്രിയപ്പെട്ടവരെ, അതൊരു ഇരട്ടത്താപ്പാണ് പ്രിയപ്പെട്ടവരെ. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. സ്വന്തം ഭർത്താവിന്റെ ഉമ്മാക്ക് കൊടുക്കാത്ത പരിഗണനയും ബഹുമാനവും അപ്പുറത്തെ വീട്ടിലെ മാതാക്കൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ അവകാശികൾ സ്വന്തം വീട്ടിലേത് തന്നെയാണ്. അതുകൊണ്ട് കുറവുകൾ ഉണ്ടായേക്കാം, പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. ഇത് അവരോട് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അവരോട് മാത്രമല്ല, മറിച്ച് ഭാര്യമാരോട് കൂടിയാണ്. തങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കാനും കീഴ്പ്പെടാനും സുജൂദ് ചെയ്യാൻ പോലും കൽപ്പിക്കപ്പെട്ട ഒരു മതമാണ് എന്ന് പെണ്ണുങ്ങളെ, ഭാര്യമാരെ, സ്ത്രീകളെ, നിങ്ങളുടെ പുരുഷന്മാരെ മറ്റുള്ളവരിലേക്ക് നോക്കി അതുപോലെയായിരുന്നെങ്കിൽ എന്റെ ഭർത്താവ് എന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ സാധു കുടുംബത്തിന് വേണ്ടി പ്രതിസന്ധികൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതിന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഭർത്താക്കന്മാരോടാണ്, അടിമകളല്ല ഭാര്യമാർ എന്ന് മനസ്സിനെ പഠിപ്പിക്കണം. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, അടിമകളല്ല തന്റെ ഭാര്യമാർ എന്നറിയണം. നാലാളെ മുമ്പിൽ മാറും കൊടുത്ത് സംരക്ഷിച്ചവന്റെ കയ്യിൽ നിന്ന് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അള്ളാഹനെ സാക്ഷി നിർത്തി വാങ്ങിക്കൊണ്ടതാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് അത് ചോദ്യം ചെയ്യപ്പെടുമെന്നറിയണം. അടിക്കാതെ, ശകാരിക്കാതെ, പരിഗണിച്ചുകൊണ്ട് അവഗണിക്കാതെ അവളെ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നാളെ പാരത്രിക ലോകത്ത് നമുക്ക് പരാജയമാകും എന്ന് തിരിച്ചറിയണം. ജ്യേഷ്ഠന്മാരോടും അനുജന്മാരോടും പെങ്ങന്മാരോടുമാണ് ഒരു വർത്തമാനം. ഒരു ഉമ്മന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പോന്ന സഹോദരങ്ങളോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ജ്യേഷ്ഠന്മാർ നിങ്ങളുടെ ബാപ്പന്റെ സ്ഥാനത്താണ്, നിങ്ങളെ മൂത്ത പെങ്ങന്മാർ നിങ്ങളുടെ ഉമ്മന്റെ സ്ഥാനത്താണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അനുജത്തികൾ നിങ്ങളുടെ മക്കളുടെ സ്ഥാനത്താണ്, നിങ്ങളുടെ അനുജന്മാർ നിങ്ങളുടെ ആൺമക്കളുടെ സ്ഥാനത്താണ്. അത് നമുക്കറിയണം. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന മാതൃക സൃഷ്ടിച്ച സഹോദരങ്ങളുണ്ട്. അതേ ചങ്ങാതിമാരെ പോലെ, സുഹൃത്തുക്കളെ പോലെ തോളിൽ കൈയും വെച്ച് മുന്നോട്ട് പോകുന്ന നല്ല മാതൃകകളുണ്ട്. എന്നാൽ തന്റെ ജ്യേഷ്ഠനെ, തന്റെ അനുജനെ, തന്റെ പെങ്ങളെ കിട്ടേണ്ടിടത്ത് വെച്ചതെല്ലാം അവമതിച്ച് ബഹുമാനം കളഞ്ഞു കുടിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ ഹാറൂൻ നബിയുടെയും മൂസാ നബിയുടെയും ആ കഥയൊന്ന്, സാഹോദര്യത്തിന്റെ കഥയൊന്ന് നമ്മൾ വായിക്കേണ്ടതുണ്ട് എന്നാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ് ഒരു വർത്തമാനം പറയാനുള്ളത്. നിങ്ങളുടെ മക്കൾ സൗന്ദര്യമുള്ളവരായിക്കൊള്ളട്ടെ, നിങ്ങളുടെ മക്കൾ ആണായിക്കൊള്ളട്ടെ, പെണ്ണായിക്കൊള്ളട്ടെ, അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് വലിയ വീട്ടിൽ നിന്നാവട്ടെ, ചെറിയ വീട്ടിൽ നിന്നാകട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതേ ഐക്യം, അതല്ല എങ്കിൽ
എങ്കിൽ അവർക്കിടയിലെ തുല്യത എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം 42 വയസ്സുകാരനായ ഹൈറ്റും വെയിറ്റുമുള്ള ഒരു മനുഷ്യൻ മുന്നിൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു വാക്കുകൾ പൂർത്തിയാക്കാൻ തടസ്സപ്പെട്ടത് എന്താണെന്നോ ഇപ്പോഴും ഉമ്മാക്ക് ജ്യേഷ്ഠനോട് 42കാരന്റെ ഒരു വികാരം ഇപ്പോഴും മാറിയിട്ടില്ല. യാക്കൂബ് നബിയുടെ മക്കൾക്ക് യാക്കൂബ് നബി ഉപ്പയാകുന്ന യാക്കൂബ് നബി യൂസുഫ് നബിയോട് എന്തോ സ്നേഹം കൂടുതലുണ്ടോ എന്ന് തോന്നിപ്പോയി എന്ന പ്രവാചകനായ യാക്കൂബ് നബിയിൽ നിന്ന് അങ്ങനെ ഉണ്ടാവില്ല. എന്നിട്ടും തോന്നിപ്പോയി എങ്കിൽ പ്രിയപ്പെട്ട മാതാക്കളെ, പ്രിയപ്പെട്ട പിതാക്കളെ, നിങ്ങളുടെ മനസ്സിൽ പോലും തോന്നാൻ പാടില്ല. ഇടപെടാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് ഒരു വർത്തമാനം കൂടി പറയട്ടെ, എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളോട് പറയാനുള്ള വർത്തമാനം, നിങ്ങൾക്ക് അനുസരണക്കേട് കാണിക്കാം, നിങ്ങൾക്ക് ചീത്ത വിളിക്കാം, നിങ്ങൾക്ക് വെറുപ്പിക്കാം, നിങ്ങൾക്ക് പല തോന്നിയാസങ്ങളും അവരെ അറിയിക്കാം, നിങ്ങൾക്ക് പിണങ്ങി നടക്കാം. പക്ഷേ എല്ലാം ഏതുവരെ ഉള്ളൂ എന്നോ? അതെ, വീട്ടിന്റെ അകത്ത് കടാവിളക്ക് അണയുന്നൊരു ദിവസമുണ്ട്. ആ അണയുന്ന ദിവസത്തിൽ വെള്ളപുതച്ച് കിടക്കുന്ന ഉമ്മന്റെ ശരീരത്തിന്റെ ചാരത്ത്, ബാപ്പന്റെ ശരീരത്തിന്റെ ചാരത്ത് ആളുകൾ കാണാൻ വരുമ്പോൾ മുഖം മാറ്റിക്കൊടുക്കുന്ന തുണിയും കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാവും മനസ്സിലെ. ആ മയ്യത്തിന്റെ കാലും പിടിച്ച് ഖബർസ്ഥാനിലേക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ശൂന്യത ഫീൽ ചെയ്യും. ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ഉമ്മന്റെ മൃതശരീരം കാണുമ്പോഴും ബാപ്പന്റെ മൃതശരീരം കാണുമ്പോഴും നിങ്ങൾക്കെന്തോ ഒരു ശൂന്യത ഫീൽ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ശൂന്യത ഇല്ലാതിരിക്കാൻ നമ്മുടെ ഉമ്മയെ, നമ്മുടെ ഉപ്പയെ ചേർത്ത് പിടിച്ച് ആധുനിക ലോകത്തെ തോന്നിയാസങ്ങൾക്ക് പിന്നിൽ പോകാതെ എനിക്ക് വേണ്ടപ്പെട്ട അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകളായി മാറാൻ നമുക്ക് കഴിയണമെന്നാണ്. ആനുകാലികം യുദ്ധമാണ്, തിരഞ്ഞെടുപ്പ് കാലമാണ്, അവധിക്കാലമാണ്. ഞാൻ ആവർത്തിക്കുന്നു, വിശദീകരിക്കുന്നില്ല. ആനുകാലികം യുദ്ധമാണ്. നമുക്ക് നിലപാടുണ്ട്, പക്ഷെ തോന്നിയാസം പറയാൻ പാടില്ല. നമ്മള് അറിവില്ലാത്തതിലേക്ക് സംസാരിക്കാൻ പാടില്ല. സഹാനുഭൂതിയുടെ പേരിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവന്റെ പോക്കറ്റിൽ പണയം വെക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാം നമുക്കും ബാധിക്കുന്നുണ്ട്. പ്രാർത്ഥന നിർബന്ധമാണ്. തിരഞ്ഞെടുപ്പ് കാലമാണ്. രാഷ്ട്രീയ ബോധമുള്ളവരാവണമെന്ന് പട്ടളക്കാരോട് പറഞ്ഞാൽ അതൊരു അമിതപ്പറ്റാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ വർഗീയ മുക്ത സമൂഹത്തെ ഒരു വിശ്വാസി സമൂഹത്തിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് അരാഷ്ട്രീയവാദവും അവിശുദ്ധ രാഷ്ട്രീയവും വിശ്വാസിക്ക് അന്യമാണ്. മതവിശ്വാസം അടിയറ വെച്ചിട്ടുള്ള രാഷ്ട്രീയം നമുക്ക് ചേർന്നതല്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, മതവിശ്വാസം അടിയറവ് പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിനെ പഠിപ്പിക്കണം. അവധിക്കാലത്തേക്കാണ് കുട്ടികൾ, പരീക്ഷാകാലം കഴിഞ്ഞാൽ അവധിക്കാലത്തേക്കാണ്. കുട്ടികൾക്ക് പ്ലാൻ ഉണ്ടാക്കണം. മഹലിൽ നടക്കുന്ന ക്യാമ്പുകളിൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം 2025 മാർച്ച് 31 മാർച്ച് 31 ആയിരുന്നു ശവ്വാൽ 1. ഇതേ സ്ഥാനത്ത് നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആർക്കാണെന്നോ? ഇംഗ്ലീഷ് ഫാമിലിയിൽപ്പെട്ട ഫാത്തിമ എന്ന അവരുടെ സഹോദരിക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? അതെ, ക്യാൻസർ ബാധിച്ച് കിടക്കുന്ന സഹോദരിക്ക് ഖൈറും ബറകാത്തുകളും പ്രദാനം ചെയ്യണേ എന്നാണ്. ഇല്ല പ്രിയപ്പെട്ടവരെ, ആ മാർച്ചിന് ശേഷം ഞാൻ ഓർക്കുന്നു, സെപ്റ്റംബറിൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി പോയിട്ടുണ്ട് എന്ന്. മിനിഞ്ഞാന്ന് രാത്രി, അതെ, ആ കുടുംബത്തിൽ തന്നെ സൈപ്പുച്ചാന്റെ മകൻ മുനീബ് വിദേശത്ത് ജോലി നോക്കുന്നവൻ, അവന്റെ മെസ്സേജ്, മിനിഞ്ഞാന്നത്തെ മെസ്സേജ് കിടക്കുന്നു, ഉപ്പക്ക് വേണ്ടി, കുഞ്ഞക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നായിരുന്നു. പ്രാർത്ഥിക്കുകയാണ് നമ്മള്. ആ കുടുംബത്തിൽ നിന്ന് വേറെയും പ്രിയപ്പെട്ടവരെ, ഇതാ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞവരുണ്ട്. ഇതാ ഈ ചാരത്ത് കിടക്കുന്ന ഖബറുകളിൽ പലതും പുതിയതാണ്. പ്രിയപ്പെട്ടവരെ, ബാസിത്ത്, നമ്മുടെ നാട്ടിലെ പുതിയ പോലീസുകാരൻ, അവന്റെ ചെറിയ ശിശു ഇവിടെ കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ അവന്റെ ഭാര്യ, അവന്റെ ഇണ ഇവിടെ ഉണ്ടായേക്കാം. തകർക്കാൻ കഴിയാത്ത മാനസികമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട സ്ത്രീകൾ ഈ കൂട്ടത്തിലുണ്ട്. പഠിച്ചോനെ, പിടിച്ചു നിൽക്കാൻ അവർക്ക് നൽകിയ മനക്കരുത്ത് ജീവിതത്തിൽ പ്രദാനം ചെയ്യണമേ അല്ലാഹ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും ഇനി നിങ്ങളുടെ മനസ്സിലുള്ളതുമായ ഒരുപാട് മരണവാർത്തകൾ നമ്മളിലുണ്ട്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട, നമ്മുടെ സമീപത്ത് ജീവിക്കുന്ന മൗലവി എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ആള്, അവസാനത്തെ തറാവീഹ് കരീംച്ച പറഞ്ഞതാണ് എന്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ കിടപ്പിന്റെ മുമ്പുള്ള അവസാനത്തെ തറാവീഹ് നമ്മുടെ ചെറിയ പള്ളിയിൽ നിന്നായിരുന്നു എന്നാണ് പറയാൻ ഒരുപാടുണ്ട്. പ്രിയപ്പെട്ടവരെ, സമയം ദൈർഘ്യം
ഞാൻ ഭയക്കുന്നു. അതെ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരുവന്മാരുണ്ട്. ഔക്കുച്ചന്റെ മക്കൾ ഈ കൂട്ടത്തിലുണ്ട്. ഇവിടെ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മൃതശരീരം, അദ്ദേഹത്തിന്റെ ഖബറ്. അതേ, അമ്പാച്ചെ സ്മരിക്കാത്ത ഒരു പെരുന്നാൾ നമുക്ക് ഉണ്ടായിക്കൂടാ. മൊയ്തുട്ടിച്ചയും പീരാച്ചയും ഷാഫിച്ചയും ഓർക്കാത്ത ഒരു പെരുന്നാൾ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അല്ലാഹുവേ, അവിടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അബൂബക്കർ, ഇനി ഞാൻ പേര് വിട്ടുപോയ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ മനസ്സിൽ മുഖം വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ, മർഹമത്ത് നൽകണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. പിരിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈദ് മുബാറക് പറയാം, പക്ഷേ ഒരു മുൻഗണന നമ്മൾ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നുള്ള പ്രാർത്ഥനയ്ക്ക് നൽകണം. എല്ലാവരും അത് നൽകണം. സ്വതക്കന്റെ സമയമാണ്. സ്വതക്കക്ക് നിങ്ങളുടെ ഇടയിലൂടെ ആളുകൾ വരുന്നുണ്ട്. നമ്മളെല്ലാവരും അതിലിട്ടിട്ടേ പോകുന്നുള്ളൂ. നമ്മുടെ കുട്ടിന്റെ കയ്യിൽ ഒരു 10 രൂപ കൊടുത്തിട്ട് അത് അവിടെ ഇടിപ്പിച്ച് അവന്റെ ഒരു സുന്നത്ത് പഠിപ്പിക്കണം. നമ്മള് പെണ്ണുങ്ങളുടെ ഭാഗത്ത് നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്, സ്ത്രീകളെ കയ്യിൽ നമ്മൾ മുൻകൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കൊടുക്കാൻ നമുക്ക് കഴിയണം. മുസല്ല ഈ ഭാഗത്തുകൂടെ മുഴുവനുണ്ട്. നമ്മൾ സ്വതക്ക തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രവാസികൾക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിന്റെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന, നാടിന് പുറത്ത് ജോലി നോക്കുന്ന നമ്മുടെ പ്രവാസികളും അല്ലാത്തവരും അല്ലാഹുവേ, അവർക്ക് നീ നിർഭയത്വം നൽകണമേ റഹ്മാനെ. രോഗികളുണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെട്ടവരുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും വാർദ്ധക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുമുണ്ട്. നാദാ, സുഖവും സന്തോഷവും ശിഫാവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹ്, ഞങ്ങളുടെ കുടുംബത്തിന് ദീനിയായ അന്തരീക്ഷം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ദീനും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹല്ലെ ദീനിയായ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനകളിലുണ്ട്. നീ സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നാടിന്റെ നന്മക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.